നാലാളെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു സമയം വരുന്ന സമയത്ത് പകുതി ആളുകളുടെ കോൺഫിഡൻസും അവിടെ തന്നെ പോകും. ആ ഒരു ചാൻസ് മനഃപൂർവ്വം കുറേ ആളുകൾ ഒഴിവാക്കുന്നുണ്ട്. ഞാനൊരു 9 വഴികൾ പറഞ്ഞുതരാം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം. പല ട്രെയിനിങ്ങിലൂടെയൊക്കെയാണ് പല ആളുകളും ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം ആദ്യം, ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. കാരണം ഇന്നത്തെ കാലത്തും ഇനി വരാൻ പോകുന്ന കാലത്തും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടറാണ്. അതൊരിക്കലും താഴോട്ട് പോകില്ല, അത് മുകളിലോട്ടേ വരുള്ളൂ. സോ ആ ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കേണ്ടതും ഉള്ള സ്കില്ല് ട്രെയിൻ ചെയ്യേണ്ടതും നമ്മുടെ ഡ്യൂട്ടിയാണ്. സോ ഞാനൊരു 9 വഴികൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ബി എ ഗുഡ് ലിസണർ. ഇപ്പം തന്നെ എന്തിനാണൊരു സ്പീക്കർ ലിസണർ ആകണം എന്നൊരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. കാരണം എന്ന് പറയുന്നത്, ഒരു നല്ല കേൾവിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയുള്ള ഒരാളാണ്. ഒരാളെ കേട്ടിരിക്കുന്നതും ഒരു സദസ്സിനെ കേട്ടിരിക്കുന്നതും ക്ഷമയുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. ക്ഷമയോടുകൂടി കേട്ടിരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അവർ പറയുന്ന ഇമോഷൻസ് അതേപോലെ കണക്റ്റ് ആവും. ഈ പറയുന്ന ഇമോഷൻസും അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സ്കില്ലും നിങ്ങൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയലുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾ ട്രെയിൻ ചെയ്യണം. ഈ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകളൊക്കെ ജനിച്ച് വീണപ്പോൾ തന്നെ ഇതുപോലെ സംസാരിച്ച ആളുകളൊന്നുമല്ലല്ലോ. അവർ വർഷങ്ങളോളം സംസാരിച്ചിട്ടും പല കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്തിട്ടും അവർ പോലും അറിയാതെ അവർ ഇമ്പ്രൂവ് ചെയ്ത പല കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ഒരു ആങ്കറാണ്. ഞാൻ ബിഗിനിങ് സ്റ്റേജിൽ ആങ്കറിങ് ചെയ്തതും ഇപ്പോൾ ആങ്കറിങ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. കാരണം ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുകയാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആവും. അതെന്തായാലും ഡിഫറൻസ് കാണിക്കും, നമ്മൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ടിൽ കാണിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്, ബി എ ഗുഡ് ലിസണർ. നല്ല രീതിയിൽ ഒരു കേൾവിക്കാരനാകുക. അപ്പോൾ നിങ്ങൾക്ക് ക്ഷമ വരും. ക്ഷമ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവും അവിടെ ഡെവലപ്പ് ആയിക്കോളും. രണ്ടാമത്തത്, തിങ്ക് ബിഫോർ യു സ്പീക്ക്. സംസാരിക്കുന്നതിന് മുൻപ് ആലോചിക്കുക. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കാൻ പോകുന്നത്, ഇതിനെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ആദ്യം വേണം. ഇതൊക്കെ ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാതെ നിങ്ങൾ ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട. ഞാൻ പറഞ്ഞത് ബിഗിനിങ് ലെവലിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. സോ തിങ്ക് ബിഫോർ യു സ്പീക്ക്. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ഐഡിയ, ഒരു ബേസിക് ഐഡിയ നമുക്ക് വേണം. അപ്പം നമുക്ക് കുറച്ച് വൃത്തിക്കൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ആൻഡ് തേർഡ് വൺ, സ്പീക്ക് വിത്ത് ക്ലാരിറ്റി. ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ സംസാരിച്ച ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ എനിക്ക് പ്രോ ആയിട്ട് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വളരെ കട്ടിയ വേർഡ്സും അതുപോലെ തന്നെ വലിയ സെൻറ്റൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഗൈസ്, അത് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ സ്കില്ല് ഒരിക്കലും ഇമ്പ്രൂവ് ആകാൻ പോകുന്നില്ല. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെറിയ പടികളാണ് നമ്മൾ ആദ്യം ചവിട്ടേണ്ടത്. സോ യൂസ് സിമ്പിൾ വേർഡ്സ്, യൂസ് സിമ്പിൾ സെൻറ്റൻസ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയ, നിങ്ങൾക്ക് കംഫർട്ടായ വേർഡ്സ്, ചെറിയ വേർഡ്സ് ഉപയോഗിക്കൂ. അതുപോലെ തന്നെ ചെറിയ സെൻറ്റൻസുകൾ ഉപയോഗിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, വേർഡ്സിനോടൊക്കെ ഒരു ഫ്ലുവൻസി കിട്ടും. അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് വലിയ സെൻറ്റൻസിന് പകരം ചെറിയ സെൻറ്റൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ബ്രീത്തിങ് ലെവലൊക്കെ നോർമലോ. ഗൈസ്, ഇതൊക്കെ ഇതിൽ നോർമലായ കാര്യം. ബ്രീത്തിങ് ലെവലൊക്കെ ഉണ്ട്. ചില ആളുകൾ കണ്ടില്ല, ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റ ബ്രീത്തിൽ ഒരു സെൻറ്റൻസ് പറയാൻ പോകുന്നത്. ഒരു കാര്യമില്ല. കേൾവിക്കാർക്ക് ബോറടിക്കും, കേൾവിക്കാർക്ക് മനസ്സിലാവും ഇവർ പറഞ്ഞു തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതായത് ഒരു ബ്രീത്ത് അങ്ങോട്ട് എടുക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ. എൻ്റെ പേര് രാവിലെ, ഞാൻ വരുന്നത് അവിടെ ഇങ്ങനെ പറ്റി ഒരൊറ്റ സ്ട്രെച്ചിലാണ് ഇവർ തീർക്കുക. അത് ഒരു കാര്യമില്ല. സോ യൂസ് സിമ്പിൾ വേർഡ്സ്, യൂസ് സിമ്പിൾ സെൻറ്റൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. ആൻഡ് ഫോർത്ത് വൺ, ഇംപ്രൂവ് വൊക്കാബുലറി. വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ബെസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബുക്സ് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഓരോ ബുക്ക് വായിക്കുന്ന സമയത്തും അതിൽ നമുക്ക് പുതിയ വേർഡ്സ് കിട്ടും. ഇമോഷൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന പല വേർഡ്സും നമുക്ക് ബുക്സിൽ നിന്ന് കിട്ടും. ബുക്സ് മാത്രമല്ല, ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വായന എന്ന് പറയുന്നത് അത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമില്ലെങ്കിൽ പോലും വായന ഈസ് ആക്ച്വലി വെരി ഗുഡ്. ഇറ്റ്സ് എ തെറാപ്പി, മൈൻഡ് തെറാപ്പിയാണ്. നമ്മൾ ഈ ബുക്സൊക്കെ വായിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം റിലീഫ് കിട്ടുമെന്നറിയോ? വായിക്കണം. അല്ലാതെ ബുക്ക് വെറുതെ തുറന്ന് വെച്ചിട്ട് മൈൻഡ് വേറെ എവിടെയെങ്കിലും ഫിസിക്കലി നമ്മൾ ഇവിടെ ആയിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ വായിക്കുക. അതുപോലെ തന്നെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു കാര്യമാണ് പുതിയ വേർഡ്സ് കിട്ടുക എന്നുള്ളത്. നിങ്ങൾക്ക് സംസാരത്തിൽ കുറച്ചുകൂടെ ബ്യൂട്ടിയൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പുതിയ വേർഡ്സും നല്ല രസമുള്ള വേർഡ്സും നിങ്ങൾക്ക് കിട്ടണം. അതിന് ഈ റീഡിങ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഇംപ്രൂവ് വൊക്കാബുലറി. ഫിഫ്ത്ത് വൺ, ഇംപ്രൂവ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരാളോട് സംസാരിക്കുന്ന സമയത്തും ഒരു സദസ്സിൽ സംസാരിക്കുന്ന സമയത്തും
ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ജസ്റ്റേഴ്സ് യൂസ് ചെയ്യണം. ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ലൈക്ക് എൻ്റെ ഹാൻഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ കണ്ണ് ബ്ലിങ്ക് ചെയ്യാതെ ഇങ്ങനെ ഒരേ സ്ട്രെച്ചിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നേരം അത് കണ്ടിരിക്കും? നിങ്ങൾക്ക് ബോറടിക്കും അല്ലേ? ജസ്റ്റേഴ്സ് യൂസ് ചെയ്യണം. ഐ കോണ്ടാക്ട് ഒക്കെ നോർമൽ ആക്കണം. ഐ മീൻ ഐ ബ്ലിങ്കിങ് ഒക്കെ നോർമൽ ആക്കണം. കണ്ണൊക്കെ നോർമലി നമ്മളിങ്ങനെ ബ്ലിങ്ക് ചെയ്യണം. അല്ലാതെ കണ്ണിങ്ങനെ പിടിച്ചു വെക്കുക, കണ്ണടക്കാതെ വെക്കുക, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. ജസ്റ്റേഴ്സ് യൂസ് ചെയ്യുക, ഐസ് ബ്ലിങ്ക് ചെയ്യുക, ബ്രീത്ത് നോർമലായിട്ട് ഇങ്ങനെ എടുക്കണം. അല്ലാണ്ട് അങ്ങനെ ഒന്നും എടുക്കണ്ട. ബ്രീത്തിങ് ഒക്കെ നോർമലായിട്ട് എടുക്കുക. ഓക്കെ, സോ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഐ കോണ്ടാക്ട് നിലനിർത്തണം. കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണം. പേടിച്ചൊളിച്ച് മറച്ച് അതുപോലെ തന്നെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കാൻ നമുക്ക് ഒഴിവാക്കിയിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആണ്. നിൽക്കുന്ന ആളോട് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കുക. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ഓക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഒരു കഴിവുണ്ട്, പക്ഷെ ഒരാളെ കാണുമ്പോൾ അങ്ങനെ ആട്ടോ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ കൈയൊന്നും യൂസ് ചെയ്യാണ്ട് വേറെ അങ്ങനെയൊന്നും പറയരുത്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 6th വൺ, വോയിസ് പ്രാക്ടീസ് ചെയ്യുക. വോയിസ് പ്രാക്ടീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കാണ് ഏറ്റവും നല്ലത് വോയിസ് പ്രാക്ടീസിങ്ങിന്. കാരണം വോയിസ് പ്രാക്ടീസിങ് നമ്മൾ ചെയ്യുന്ന പറയുന്നത് നമ്മൾ സംസാരിക്കുക. അത് തന്നെ വോയിസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം വോയിസിന് മനസ്സിലാക്കണം അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ എന്ന് പറയുന്നത് ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു ഒബ്സർവേഷൻ ആണ്. നമ്മൾ നമ്മുടെ വോയിസിനെ മനസ്സിലാക്കുക, വോയിസ് നമ്മളെ മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി അടിപൊളിയാക്കുക എന്നൊക്കെ. സോ വോയിസ് പ്രാക്ടീസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒറ്റക്ക് നല്ലോണം സംസാരിക്കുക. ഒറ്റക്ക് റൂമിലിരിക്കുമ്പോൾ സംസാരിക്കുക, കുളിക്കുമ്പോൾ ലൈക്ക് ബാത്റൂമിലൊക്കെ ഒറ്റക്ക് സംസാരിക്കുക, വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കുക. ഞാനൊക്കെ ബൈക്ക് ഓടിക്കുമ്പോഴും കാർ ഓടിക്കുമ്പോഴും ഒക്കെ ഞാൻ ഒറ്റക്ക് നല്ലോണം സംസാരിക്കുന്ന ആളാണ്. സോ ഈ വോയിസ് പ്രാക്ടീസിങ്ങിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. 7th വൺ, സ്റ്റോപ്പ് വറിങ് അബൌട്ട് മിസ്റ്റേക്സ്. തെറ്റുകൾ സ്വാഭാവികമാണ്. ആദ്യം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം. തെറ്റ് പറ്റിക്കോട്ടെ, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതൊരു മനുഷ്യർക്ക് നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പേടിക്കരുത്. അതാണ് ഫസ്റ്റത്തെ കാര്യം. മിസ്റ്റേക്ക് പറ്റും. ഇതിങ്ങനെ ആലോചിച്ച് ആങ്സൈറ്റി കൂട്ടുക, ഇത് ടെൻഷൻ ആവുക. ഗൈസ്, ആങ്സൈറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രീത്തിങ് ലെവൽ മാറും. ലൈക്ക് അതാണ്, നമ്മുടെ ബ്രീത്തിങ് ലെവൽ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രോപ്പറായിട്ട് സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി വരില്ല, നമ്മൾ പറയുന്ന കാര്യം ഒരാൾക്ക് മനസ്സിലാവില്ല, നമുക്ക് മര്യാദയ്ക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ആങ്സൈറ്റി പരമാവധി കുറയ്ക്കുക. അതായത് നിങ്ങൾ ഇതിങ്ങനെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ. അതാണ് അടിസ്ഥാനപരമായ കാര്യം. സ്റ്റോപ്പ് വറിങ് അബൌട്ട് മിസ്റ്റേക്സ്. സംഭവിച്ചോട്ടെ, ഒരു പ്രശ്നമല്ല. 8th പോയിന്റ്, ബി എ ഗുഡ് സ്റ്റോറി ടെല്ലർ. നല്ല രീതിയിൽ കഥകൾ പറയാൻ പഠിക്കുക. കഥകൾ പറയുന്ന ഒരു ബുക്കിലുള്ള കഥ പറയണമെന്നൊന്നുമില്ല. അതായത് നിങ്ങളുടെ തന്നെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറയുന്ന സമയത്ത് അതൊരു കഥ പോലെ ഇമോഷൻസ് ഒക്കെ കണക്ട് ചെയ്ത് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ആളുകളുടെ മുന്നിലും ഒരു സദസ്സിൻ്റെ മുന്നിലൊക്കെ വളരെ അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ദ ഫൈനൽ പോയിന്റ്, പ്രാക്ടീസ് എവറി ഡേ. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. മാർക്ക് മൈ വേർഡ്സ്, നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാം.